അങ്ങനെ നമ്മൾ കാന്തപ്പാറ എന്താ കാന്തപ്പാറ വാട്ടർഫാൾ ആ ചങ്ങായി അവിടെ മറിഞ്ഞിരിക്കുകയാണ്. ആണ് നമുക്ക് ടിക്കറ്റ് എത്ര? അഡൾട്ട് 40, ചിൽഡ്രൻസ് 30. ചിൽഡ്രൻ ഇതല്ല കുട്ടി. എന്നാ എടുത്തോ, ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവള് സ്വന്തമായിട്ട് എടുക്കുമോ നോക്കട്ടെ. 2 കേട്ടോ. ഓളെ ടിക്കറ്റ് ആദ്യമായിട്ടൊരു ടിക്കറ്റ് എടുത്തേക്കണ അതിൻ്റെ ഒരു കടയാണ്. ഇവിടേക്ക് ഇറങ്ങിപ്പോടാ, വാ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ, വാ പോയേക്കാം. നല്ല മുളയുടെ ഒരു കാടിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണ് ഗൈസ്. ഇവിടെ പെണ്ണുങ്ങളെ സ്ഥാനം പിടിച്ചിരിക്കണല്ലോ. അങ്ങനെയൊന്നുമില്ല, ഇതൊരു പെണ്ണല്ലേ, വാ ഇതുണ്ടായ എനിക്ക് പ്രശ്നമില്ല. ഇത് സത്യം പറഞ്ഞാലേ ഞങ്ങൾ പോണ അടിയിൽ ഒരു ബോർഡ് കണ്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ തപ്പിയിട്ടൊന്നും ഒരു സ്ഥലം കാണുന്നില്ല. കാര്യമായിട്ട് ഉള്ള 9 കിലോമീറ്റർ, 7 കിലോമീറ്റർ, 8 കിലോമീറ്റർ ഒക്കെ അപ്പുറത്തുള്ള ഓരോന്നാ കാണിക്കണം. ജസ്റ്റ് ഒന്നൊരു ബോർഡ് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എത്ര 3 കിലോമീറ്റർ അപ്പുറം ഉള്ളൂ എന്ന് പറഞ്ഞു. ഇറങ്ങി ചെന്നപ്പോൾ അതാ അടിപൊളി സ്ഥലങ്ങൾ. എന്തായാലും ഇത് ഐസ്ക്രീമാണോ എനിക്ക്? പോയേക്കാം. ഇവിടെ അയ്വാ നല്ല രസമുണ്ടല്ലേ. ഇത് മുള കൊണ്ട് ഉണ്ടാക്കിയാണ് മൊത്തല്ലേ. ഇത് മുള വളച്ചിട്ടുണ്ടാക്കിയാണ്. ഇതൊക്കെ മുള വളച്ചിട്ടുണ്ടാക്കിയാണ്. എവിടെ? അവിടെ അല്ലേ? പോവാ, നമുക്ക് പോവാ, ടൈം ഉണ്ടല്ലടാ. മുത്തോ ടൈമുണ്ട്. ഏയ് ഇങ്ങോട്ടൊക്കെ നോക്ക്. ഇവിടെ കാഴ്ചയിൽ കണ്ട് അവിടെ മുഴുകിയിരിക്കണ്. മീനടാ, മീൻ. ഇതൊക്കെ എടാ മീനാണത്. മീനാണോ? എന്താണ് സാധനം? മീൻ തന്നെയല്ലേ കാണുന്നുണ്ടത്. മീന് ഇതാ എന്താ തവളപ്പൊട്ടനോ? വലിയ തവളപ്പൊട്ടനോ മാതിരി അല്ലേ അതൊക്കെ? തവള. പിന്നെ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് തണുപ്പുകൊണ്ട് അങ്ങക്ക് പോവാൻ തോന്നുന്നില്ല അല്ലേ. ഭയങ്കര തണുപ്പ്. മുള കണ്ട് വളച്ചുകാണ്ട് കണ്ടങ്ങള് മുള കണ്ട് വളച്ചിട്ടിക്കണം. പുറത്ത് കുറേ ഇതുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. വലിയ വെള്ളച്ചാട്ടമല്ല, പക്ഷെ അവിടെ ഒരു കുളിസി നടക്കണം. മറ്റേ നമ്മളെ നാട്ടിലെ തോടാണെന്നാണ് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടൊക്കെ കുളി നടക്കുന്നു. ആ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ ചേട്ടിട്ടാണ്. തണുപ്പല്ല, എന്താ ചുണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ എന്തൊക്കെ അത്. ഗൈസ് ഞങ്ങൾ അതിൻ്റെ എൻട്രൻസ് ഒക്കെ കയറി. ഇവിടെ ഞാൻ ഇറങ്ങുമ്പോൾ എടുക്കാഞ്ഞതേ ഇവിടെ ഇങ്ങനെ ഓവറായിട്ട് കാണിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അൽ കുളിസീനുൽ സീനാ വേണ്ട. ഇവിടക്കൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് കാണിച്ചാൽ സീന് പെടും, യൂട്യൂബ് ബാൻ ചെയ്യും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ പക്ഷെ തണുപ്പ് കുറഞ്ഞല്ലേ, തണുപ്പ് കുറഞ്ഞിട്ടാ. വെയിൽ ഉദിച്ചിട്ടാണോ തോന്നുന്നത്. തണുപ്പ് കുറഞ്ഞു. നമുക്ക് അങ്ങോട്ടൊന്നും നടക്കുക. ഞാൻ ഇങ്ങോട്ടൊന്നും അന്ന് വന്നിട്ടില്ല. ഇങ്ങോട്ടൊന്നൊക്കെ അന്ന് ബ്ലോക്ക് ആയിരുന്നു. അന്ന് മറ്റേ ഈ എന്താണ് വെള്ളപ്പൊക്കം ആ ഒരു സമയത്ത് വന്നതായിരുന്നു. വെള്ളച്ചാട്ടം ഇതാണ് ചെറിയ വെള്ളച്ചാട്ടം. ഇനി വലിയ വെള്ളച്ചാട്ടം വരാൻ പോകുന്നുണ്ട് എന്നൊക്കെയാണ് പറയണത്. അറിയില്ല, പോയി നോക്കാം. ഞങ്ങൾ ഇതാ ഇറങ്ങുന്നു. സ്റ്റെപ്പുകൾ ഇറങ്ങി ഒരു ഭാഗത്തേക്ക് പോകുന്നു. അയ്യോ വെള്ളച്ചാട്ടം എന്തോ. അയ്യോ അടിക്ക് നോക്ക്. അയ്യോ അടിക്ക് നോക്ക്. അമ്മേ വെള്ളച്ചാട്ടം, ചെറിയ വെള്ളച്ചാട്ടം ഇത്രേ ഉള്ളൂ. ഇവിടെ കാണാനും പാറ നല്ല വലിപ്പമുണ്ട്, പക്ഷെ വെള്ളം ഇല്ലാഞ്ഞിട്ടാണ് തോന്നുന്നത്. ഇവിടെ എന്താ കുറേ ഇതൊക്കെ കെട്ടിച്ചേക്കുന്നത്. ഇത് ശരിയാണ്. ഇവിടെ ആളുണ്ടല്ലേ. ഇവിടെ കുറച്ച് ആൾക്കാർ. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങിയേക്കാം. നടക്കൂ മോളെ, നടക്കൂ. ഇവിടെയാണ് മെയിനല്ലേ. നിനക്ക് ചാടണ കുളിക്കണ? അധികം അങ്ങോട്ട് സീനറി കാണിക്കാൻ പറ്റില്ല മക്കളെ. അങ്ങനെ കാണിച്ചാൽ പണി പാളും. പക്ഷെ ഇതൊന്നും ഇല്ലട്ടോ വെള്ളച്ചാട്ടം തോന്നുന്നില്ല. അവിടെ ഫോട്ടോ കണ്ടപ്പോൾ ഇത്ര ഒന്നുമല്ല, കുറച്ചും കൂടി കൂടുതലുണ്ട്. ഇവിടെ ഇത് കയറ് കെട്ടിച്ചിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല. ഇതിൻ്റെ അപ്പുറമൊക്കെ ഡേഞ്ചറൊക്കെ അതുകൊണ്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ പഴയ ഡാൻസുകൾ, ആദിവാസി ഇവിടെ എന്തോ പാചകം ഉണ്ടാക്കുന്നു.
ഇവിടെ എന്താ ടയർ, അന്നത്തെ കാലത്തും ടയർ ഉരുത്തി കളിച്ചിരുന്നല്ലേ. കുട്ടീനെ ഉറക്കുന്നു, വേണ്ട കുട്ടീനെ ഉറക്കുന്നു. പിന്നെ ഇവിടെ എന്താ വൈക്കോല് കൊണ്ടുപോകുന്നു, കണ്ട കൊണ്ടുപോകുന്നു. ഇവര് ഡാൻസ് കളിക്കായിട്ട് ഇതെന്താ സംഭവം? മൊത്തത്തിൽ അങ്ങനെ പല ഇതുണ്ട്. വീടുണ്ടാക്കുന്നേ, അന്നത്തെ വീട്. ടച്ച് ചെയ്യരുതെന്നൊക്കെ, പക്ഷെ ഒരാളിപ്പോൾ ടച്ച് ചെയ്ത് പോയല്ലോ. അയ്യോ, ഇതെന്താ കൊല്ലണ്? ചാട്ടവേറിനൊക്കെ കൊല്ലണോ? ശിക്ഷയാണ് അങ്ങനെ എന്തോ ആണ്. ഓ അയ്യോ, മാറിപ്പോയി. ഇത് സംഭവം എന്ന് വെച്ചാൽ പോത്താളെ മറ്റേ ഇതില്ല, എന്താണ് കാളവണ്ടി. അതാണല്ലോ തെറ്റിദ്ധരിച്ചു പോയി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കുക, നമ്മളെ ടെൻറ്റിലേക്ക് പോവുക. അപ്പോൾ ഇവിടുന്ന് ബൈ ബൈ ടാറ്റ, ബൈ ബൈ ടാറ്റ കൊടുത്ത ടാറ്റ കൊടുക്ക്. ഓക്കെ ബൈ. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഞങ്ങളെ റിസോർട്ട്. പിള്ളേരുണ്ടല്ലോ ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ പിള്ളേർ. അങ്ങനെ നമ്മളെ റിസോർട്ടാണ്. അപ്പോൾ കിളികൾ നമുക്ക് ഇതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം. നമ്മളിപ്പോൾ പോയിട്ട് നമ്മളെ ഇതിൽ കയറട്ടെ. നമ്മൾ ടെൻറ്റാണ്. ഇതിൽ വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങളിതിൻ്റെ മുകളിലെത്തി. ഞങ്ങളെ റിസോർട്ടാണ്. ഞങ്ങൾ റിസോർട്ടല്ല ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ടെൻറ്റാണ്. ടെൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഫ്രഷ് ആവാനും വേണ്ടിയൊക്കെ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം, പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളും. അവിടെയാണ് പ്ലേ ഗ്രൗണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളത്. അങ്ങനെ ഇവിടെ ബാത്റൂം വേറെ കുട്ടികൾക്ക്. ഇവിടെ ഫാമിലി ആയിട്ട് വേറെ കേട്ടോ. ഇതാക്കണ മൊത്തത്തിൽ എടുക്കും ചെയ്യാം. ഒരു ഫാമിലി ഒരു ദിവസം വേണമെങ്കിൽ മൊത്തത്തിൽ എടുക്കും ചെയ്യാം. അതിനൊരു ഏരിയയാണ്. കപ്പിൾസിന് വേണമെങ്കിൽ ഇവിടെ കപ്പിൾസിന് വേറെ ഉണ്ട്, അവിടെ വേറെ ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വ്യൂസും ഉണ്ട്. വേണ്ടെങ്കിൽ അപ്പോൾ സ്വിമ്മിങ് പൂള് സ്വിമ്മിങ് പൂളുണ്ട്. രസമുണ്ട്. ചാടിക്കോ, എപ്പോൾ ചാടിക്കോ, ചാടിയേ. സെലക്ഷൻ എന്താ അടിപൊളിയില്ലാത്തത്? എന്റെ സെലക്ഷനാണ്. എന്റെ സെലക്ഷൻ അടിപൊളിയാണെന്ന്. ഞാൻ എന്താ സെലക്ഷൻ അടിപൊളി അല്ലാത്തത്? അതിനൊന്ന് സെലക്ട് ചെയ്തല്ലേ. ഞാൻ സ്വിമ്മിംഗ് പൂൾക്ക് എന്തിട്ടാണ്. ഫുഡൊക്കെ കഴിച്ചു. ഞാനിപ്പോൾ കുറച്ച് മുന്നേ ലൈവ് ഇട്ടിരുന്നു, അപ്പോൾ എല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് കുളിച്ചപ്പോഴത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചപ്പോൾ തന്നെ അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട്, നമ്മളെ ടെൻറ്റ്. ഇതാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് വേറൊന്നുമല്ല, ഇത് ഭൂതൊന്നുമല്ല, ഇതിൻ്റെ വൈഫാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട. ഇതാണ് കേട്ടോ നൈറ്റ് ഇവിടുത്തെ കാഴ്ച. വേണ്ട നമ്മൾ പകൽ ഇത് ഇവിടെ വന്നിരുന്നില്ലേ, പകൽ അല്ല, ഇവിടെ കുറച്ച് ലൈറ്റ് പരമായിട്ട് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഇരുന്നു, പക്ഷേ അവിടെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്നിടത്ത് അധികം ഫാമിലീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അധികം വീഡിയോയിൽ ആ ഭാഗങ്ങളിൽ അത്ര ഉൾപ്പെടുത്താനും കാര്യങ്ങൾ. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് നേരത്തെ നമ്മൾ ഷട്ടിൽ കളിച്ചിരുന്ന സ്ഥലം. ഇതോ നല്ല തണുപ്പുണ്ട് മക്കള്. എന്താ സ്വിമ്മിംഗ് പൂൾ, അവിടെ ഫാമിലി അധികം നമ്മളങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എൻഡ് ചെയ്യണം. നല്ല തണുപ്പുണ്ട്. കോടി ഇറങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെ ഉണ്ടാവുമോ എന്താണെന്ന് അറിയില്ല, ഇവിടെ ഉണ്ടാവുമോ എന്നറിയില്ല. നോക്കുമ്പോഴുള്ള വ്യൂ കണ്ടാ. നമ്മൾ റിസോർട്ട് കണ്ടിട്ടില്ലല്ലോ, റിസോർട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. റിസോർട്ട് ഇത് ഞാൻ പറഞ്ഞ മാതിരി ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് സ്റ്റാറായി തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സ്രാവായിട്ടാണ് തോന്നുന്നത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടുത്തെ കണ്ട ഈ കമ്പുമെന്ന് ഇങ്ങോട്ട് വിട്ടു പോകുന്നതാണ്, അതാണ് ഈ സ്രാവായിട്ട് തോന്നുന്നത്. സ്റ്റാർ തന്നെയാണ് സംഭവം.
ഇതാണ് നമ്മളെ റിസോർട്ട് കേട്ടോ. അയ്യോ അയ്യോ, ഇറങ്ങി ഇറങ്ങി നടന്ന് നടന്ന് കാല് വരെ. ഇതാണ് നമ്മളെ റിസോർട്ട്. നമ്മൾ ടെൻറ്റ് ഇതിൻ്റെ ഉള്ളിലാണ്. ആ തലക്കത്തെ ടെൻറ്റാണ് നമ്മളത്. ഇതാണ് നമ്മളിവിടുത്തെ ഇന്നത്തെ നൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നാളത്തെ വ്ളോഗ് നമ്മൾ വേറെ ഉണ്ടാക്കും. എന്തായാലും ഇത് ഒരു പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓക്കെ, ബൈ.